നമസ്കാരം. ഇസ്രയേൽ ഇറാന് മേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അവസാനിച്ചുവെന്നാണ് എല്ലാവരുടെയും ധാരണ. എന്നാൽ ആദ്യമേ ഇസ്രയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് യുദ്ധമൊന്നും അവസാനിച്ചിട്ടില്ല എന്നതും ഖമേനിയാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഖമേനി എന്ന് കൊല്ലപ്പെടും അന്ന് വരെ നമ്മുടെ കണ്ണുകൾ ഇറാനിൽ ഉണ്ടാകുമെന്ന് ഇസ്രയേൽ അന്ന് പറഞ്ഞതാണ്. നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തലിന് ശേഷവും മൊസാദിന്റെ സാന്നിധ്യം ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ തുടരുന്നുണ്ട് എന്ന സൂചന നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ സൈനിക വിദഗ്ധർ അടക്കമുള്ളവർ. ഇസ്രയേൽ സൈന്യം പിന്മാറിയതിനു ശേഷവും തുടരുന്ന ദുരൂഹമായ സ്ഫോടനങ്ങൾ ഇതിനുള്ള തെളിവാണെന്നും ഉപകരണങ്ങൾക്കുണ്ടാകുന്ന പിഴവുകൾ കൊണ്ട് മാത്രമാകില്ല എന്നും ഇറാനിയൻ പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഡോക്ടർ നിമ ബഹേലി പറയുകയാണ്. മതപരമായി പ്രാധാന്യമുള്ള ഇറാനിലെ 7ാമത്തെ വലിയ നഗരമായ ഖ്വാമിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ അടുത്തിടെ വൻ അഗ്നിബാധ ഉണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റത് ഗ്യാസ് ലീക്കേജ് കൊണ്ടാണെന്നായിരുന്നു വിശദീകരണം. എന്നാൽ സമാനമായ സംഭവങ്ങൾ ടെഹ്റാൻ, കറാച്ച് അടക്കമുള്ള നഗരങ്ങളിലും സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപകടങ്ങളുടെ തോത് വളരെ കൂടുതലാണ് എന്നതും ഇസ്ലാമിക ഭരണകൂടം ഇതേക്കുറിച്ച് മൗനം പാലിക്കുന്നു എന്നതും ദുരൂഹമാണ്. ഇതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുകയില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. അഫ്ഗാനിൽ നിന്നുള്ള ആളുകളെയാണ് സ്ഫോടനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ സംശയിക്കുന്നത്. 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം രേഖകളില്ലാതെ നിർമ്മാണ ലോജിസ്റ്റിക് മേഖലയിലടക്കം പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് അഫ്ഗാനികളെയാണ് ഇറാൻ തിരിച്ചയച്ചത്. ഇവരെ പെട്ടെന്ന് തിരിച്ചയക്കുന്നതും ഇറാന് തിരിച്ചടിയാകുമെന്നും പറയുന്നുണ്ട്. ഇവർക്ക് പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം പ്രവേശനം ലഭിക്കാറുണ്ട്. ഇവരെ പെട്ടെന്ന് പുറത്താക്കുന്നതിനുള്ള പ്രതിഷേധമാകാം സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്നും സംശയിക്കുന്നുണ്ട്. ആക്രമണത്തിന്റെ കൃത്യതയും തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളും മൊസാദിന്റെ പ്രത്യേകതയാണ്. യുദ്ധമുണ്ടായപ്പോഴും അവർ വിജയകരമായി പദ്ധതികൾ നടപ്പാക്കി. പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറം ഇനിയും മൊസാദിന്റെ പദ്ധതികൾ അവശേഷിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. ഇറാനിൽ ഇസ്രയേലിന്റെ മേൽക്കോയ്മ നടപ്പാക്കുന്നത് അത് അത്യാവശ്യമാണ്. ഇസ്രയേൽ വ്യോമശക്തിയെ മാത്രം ആശ്രയിക്കുന്നില്ല. ഇറാനിൽ നിന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു ആക്രമണം നടത്താൻ ഇസ്രയേലിനും മൊസാദിനും അറിയാമെന്നതാണ് വസ്തുത. വ്യാപകമായ യുദ്ധത്തിന് തിരികൊളുത്താതെയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. തുടർച്ചയായ രഹസ്യ പ്രവർത്തനങ്ങൾ ഹൂതികൾ ഉയർത്തുന്ന ഭീഷണിയുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. വെടിനിർത്തൽ ഉണ്ടായിരുന്നിട്ടും ഇസ്രയേലിനെതിരെ മിസൈലുകൾ വിക്ഷേപിക്കുന്നത് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇറാന്റെ ആയുധശേഖരം വീണ്ടും ആരംഭിച്ചു എന്നതും ഇക്കൂട്ടത്തിൽ കാണാതെ പോകരുത്. ചൈനീസ് നിർമ്മിത മിസൈൽ സംവിധാനങ്ങൾ അടുത്തിടെ ഇറാനിലെത്തി. നോർത്ത് കൊറിയയുമായി ആയുധ ചർച്ചകൾ നടക്കുന്നു. ടെഹ്റാനും റഷ്യയും തന്ത്രപരമായ സഹകരണ കരാർ ഒപ്പിട്ടെങ്കിലും ഇതുവരെ ആയുധ കൈമാറ്റങ്ങൾ നടന്നതായി വിവരമില്ല. ഇതോടൊപ്പം ആഭ്യന്തരമായി നിർമ്മിച്ച മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഇറാൻ പരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇനിയൊരു യുദ്ധം എന്നത് ഇറാന് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ്. ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങൾ അവരുടെ വ്യോമശക്തിയും ചാരപ്രവർത്തനങ്ങളിലെ കൃത്യതയും വിളിച്ചോതുന്നതാണ്. നേരിട്ടുള്ള മറ്റൊരു യുദ്ധം നിർമ്മിതികളെയും സാമ്പത്തിക രംഗത്തെയും രാജ്യാന്തര ബന്ധങ്ങളെയും ബാധിക്കുമെന്ന് ഇറാൻ നേതാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം മൊസാദ് എന്ന ചാര സംഘടനയുടെ അതിസങ്കീർണ പ്രവർത്തന രീതിയുടെ വിജയമായിട്ടാണ് ഇറാൻ യുദ്ധത്തെ വിലയിരുത്തുന്നത്. അതീവ സുരക്ഷയിൽ കഴിയുന്ന മുതിർന്ന ഇറാനിയൻ കമാൻഡർമാരെയും ശാസ്ത്രജ്ഞരെയും ലക്ഷ്യമിടാനുള്ള കഴിവ് ഇസ്രായേലിന്റെ വ്യോമസേനയ്ക്ക് ലഭിച്ചതും മൊസാദിലൂടെയാണ്. ഇതിനുള്ള തെളിവ് നൽകുന്ന വീഡിയോ പോലും അവിശ്വസനീയമാണെന്നും കരുതാവുന്ന സാഹചര്യത്തിൽ പുറത്തിറങ്ങുന്നുണ്ട്. മിസൈൽ ലോഞ്ചറുകളെ ആക്രമിക്കുന്ന ഡ്രോണുകളെയും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇറാന്റെ ഏറ്റവും സൂക്ഷ്മമായി സൂക്ഷിക്കുന്ന രഹസ്യങ്ങളിലേക്ക് തുളച്ചു കയറിയതും വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനിയെയും ലക്ഷ്യമിട്ടെങ്കിലും ട്രംപ് വിലക്കിയതാണ് പിന്തിരിയാൻ പ്രധാന കാരണമായി മാറിയത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും
കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.